പുതിയൊരു എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജസ്റ്റ് IPSൽ വളരെ എന്താ പറയുക തങ്ങളുടേതായ കോൺട്രിബ്യൂഷൻസ് കൊണ്ട്, ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ട് തങ്ങളുടെ പേര്, അതായത് ആൾക്കാരുടെ മനസ്സിൽ ഇന്നും ഇങ്ങനെ ലൈക്ക് എന്താ പറയുക പതിപ്പിച്ച് വെച്ച് പോയിട്ടുള്ള കുറച്ച് പേരെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഏറെക്കുറെ എന്താണ് IPS അല്ലെങ്കിൽ എങ്ങനെയാണ് IPS, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. വാട്ട് ഈസ് ദ ഹിസ്റ്ററി ആൻഡ് ഹൗ ലൈക്ക് വാട്ട് ഈസ് ദ പ്രസന്റ് ഫ്രെയിം വർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു IPSനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് സർവീസിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പം ഈവൻ ദോ നിങ്ങൾ IPSനോട് കുറച്ചുകൂടി എന്താ പറയുക ഒരു എഫിനിറ്റി ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ മോസ്റ്റ്ലി ഈ ഒരു സെഷനൊക്കെ കണ്ട് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഇങ്ങനെ കീപ്പ് എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫാക്ടേഴ്സ് വേണം അല്ലേ. അപ്പോൾ ഈവൻ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഓഫീസേഴ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെയൊക്കെ വർക്ക് എന്താണെന്നോ അല്ലെങ്കിൽ അവരൊക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ ഒരു സെഷൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നണം എന്ത് എന്താ പറയുക ഇങ്ങനെയുള്ള ആളുകളെ പോലെ നമുക്ക് പലർക്കും പല മോട്ടീവ് വെച്ചിട്ടാണല്ലോ അല്ലേ നമ്മൾ സിവിൽ സർവീസിലേക്ക് കയറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. അതായത് എന്തെങ്കിലും സൊസൈറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരണം, ഇത്രയും നാളുണ്ടായിരുന്നു കുറേ കാര്യത്തിന് നല്ലൊരു ബ്യൂറോക്രസി മുന്നോട്ട് കൊണ്ടുവന്നാൽ എന്നെ കൊണ്ട് സൊസൈറ്റിയിലേക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ മോട്ടിവേഷൻ വെച്ചിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത് ഈ സർവീസ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാമല്ലോ ഇതിനകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന കുറച്ച് പേരെ കുറിച്ച്. ഇപ്പം നമ്മൾ ഓരോരുത്തർ എടുത്ത് പറയുകയാണെങ്കിൽ, അതായത് ഏറെക്കുറെ സിവിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തല്ലേ, ഇത് പോലീസ് സർവീസ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു കാലം തൊട്ട് ഈ ഒരു അതായത് ഇന്നത്തെ ഒരു ദിവസം വരെയുള്ള ആളുകളെ പറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മെൻഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ലൈക്ക് അത്ര പോസിബിൾ അല്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വഴി എന്താണെന്നൊക്കെ പിന്നെ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരെ കുറിച്ച്, അതായത് വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരെ കുറിച്ച് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോകാം. ഹിയർ വി ഗോ നരേന്ദ്രകുമാർ IPS. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് ലൈഫിൽ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് പോലീസ് സർവീസിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അതുവഴി തന്നെ ലൈക്ക് എന്താ പറയുക മരണം സംഭവിച്ച ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റും. 2009 ബാച്ചിലുണ്ടായിരുന്ന IPS കേഡറ്റിൽപ്പെട്ട ആളാണ് എന്ത് നരേന്ദ്രകുമാർ IPS എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് പോസ്റ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി നോർത്ത് ഓറിയന്റഡ് ആയിട്ടാണ്. ബീഹാർ, ഉജ്ജയിൻ, മധ്യപ്രദേശ്, ലൈക്ക് മൊറൈന, അങ്ങനെ ആ ഒരു റീജിയണിലായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഫേമസ് ഇൻ ദ സെൻസ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേസ് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് എന്ന് പറയുന്നതിൽ ഒന്നാണ് ഈ മൈനിങ് കേസുകൾ. അതായത് നമുക്കറിയാം അല്ലേ ഈ നോർത്ത് റീജിയണിൽ അല്ലെങ്കിൽ മധ്യപ്രദേശ്, ബീഹാർ, എന്താ പറയുക ഈ ബംഗ്ലാദേശ് ആ റീജിയണിലോട്ടൊക്കെ നമ്മുടെ ഒരു റിസോഴ്സസ് വളരെയധികം കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് എന്താ ആളുകൾ ഇങ്ങനെ വന്നിട്ട് മൈൻ ഇല്ലീഗലായിട്ട് മൈൻ ചെയ്തിട്ട് അത് പിന്നീട് എന്ത് ചെയ്യും ഒരുപാട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് കാരണം അങ്ങനെ ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു മൈൻ ചെയ്യുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. അവരെ കണ്ടിന്യൂസ് ആയിട്ട് അതിനൊരു എന്താ പറയുക ഒരു കോംപ്രമൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഒരു തവണ 2012 മാർച്ചിൽ, അതായത് സർവീസിൽ കയറിയത് തന്നെ 2009 അതിനുശേഷം 2012 മാർച്ചിൽ വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന് ഒരുപാട് ക്രിമിനൽസിനൊക്കെ അറസ്റ്റ് ചെയ്ത് അപ്പോൾ ഇതുപോലെ മൈൻ ചെയ്തിട്ട് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഗുഡ്സ് ഒക്കെ സ്മഗിൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു വെഹിക്കിളിനെ എന്താ പറയുക ഓവർടേക്ക് ചെയ്തിട്ട് അവരെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എന്ത് ചെയ്തു ഇദ്ദേഹം മരണപ്പെടുകയുണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ലൈക്ക് നമ്മുടെ ലൈഫ് അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്ത് സർവീസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നരേന്ദ്രകുമാർ IPS എന്ന് പറയുന്നത്. ഇന്നും നമ്മുടെ IPS അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണ ലിപികളിൽ എഴുതേണ്ട വ്യക്തി തന്നെയാണ്. സോ അദ്ദേഹത്തിൽ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു ഡോക്ടർ നസ്രുൽ ഇസ്ലാം IPS. ബംഗാളിൽ ഒരു വളരെ ചെറിയൊരു ടൗണിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. 1981 IPS ബാച്ചിലുള്ളതാണ് ഇദ്ദേഹം. ആസ് എ പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമ്മൾ തൊട്ട് മുന്നേ ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു സെൽഫ്ലെസ് ആയിട്ട് എന്ത് ചെയ്തു ഒരുപാട് സർവീസിൽ തന്നെ നിന്നു എന്താ ലൈക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തു അല്ലെങ്കിൽ ഒരുപാട് ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്തു. ആ തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പോക്കുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സർവീസ് എങ്കിൽ ഇവിടേക്ക് നമ്മൾ പറയുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ ഒരു സർവീസും പോകുന്നതെന്ന് കാണാൻ പറ്റും. അതിൽ മെയിനായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവീസിൽ വന്നതിന് ശേഷം ഇദ്ദേഹം തന്നെ വളർന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ അല്ലെങ്കിൽ വെൽത്തി ഫാമിലിയിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പഠിച്ചതാണ്. അതുകൊണ്ടാവാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ ഒരു എഡ്യൂക്കേഷന്റെ വാല്യൂ അറിയുന്നതും. അതുപോലെ ഹി വാസ് എ റൈറ്റർ ഓൾസോ, അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അത് കൂടാതെ ഈ റിമോട്ട് ഏരിയകളിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട്, അതായത് ഒരു ആസ് എ സോഷ്യൽ വർക്കർ, നോട്ട് ഓൺലി ആസ് എ സിവിൽ സർവൻറ്റ്, ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ കൂടി അദ്ദേഹം എന്തായിരുന്നു അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ ആ ഒരു സെക്ടറിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹി വാസ് കംപ്ലീറ്റ്ലി വെരി ആക്റ്റീവ്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ അങ്ങനെ അതായത് ഒരു സർവീസ് ഓറിയൻറ്റഡ് മാത്രമല്ലാതെ എന്താ പറയുക കുറച്ചുകൂടി ചാരിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് കുറേ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് നസ്രുൽ ഇസ്ലാം.
പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ഇങ്ങനത്തിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തൻ്റേതായിട്ടുള്ള ഒപ്പീനിയൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് പറയാനോ, അല്ലെങ്കിൽ ഈവൻ ദോ അവരെ ഒരു പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തന്നെ സുപ്പീരിയർ ഓഫീസേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു കൺസിഡറേഷൻ ഒന്നും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്റ്റേണൽ ത്രെറ്റ്സ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതിന് ഇൻ്റർവ്യൂസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പൊളിറ്റീഷ്യൻസിന്, അതായത് കറപ്റ്റഡ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സിനെതിരെയും അല്ലെങ്കിൽ MLA MP ലൈക്ക് അങ്ങനെ നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ്സിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പാർട്ടിയിൽ അല്ലെങ്കിൽ ബ്യൂറോക്രസിയിലുള്ള ഒരുപാട് പേർക്കെതിരെ ആക്ഷൻ ഡയറക്റ്റ്ലി എടുക്കുകയും അതിന് വേറൊരു എക്സ്റ്റേണൽ പ്രഷറോ ഇൻഫ്ലുവൻസോ ഒന്നും മാനിക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരുപാട് പേര് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പോലീസ് സർവീസിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടുപിടിക്കുക. ദെൻ ഹിയർ വി ഗോ ശിവദേവ് വാമൻലാൻഡെ. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇദ്ദേഹം ഒരു മുംബൈ പോലീസിന്റെ ഒരു പാർട്ടായിരുന്നു. 2006 IPS ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരു കാഡറ്റാണ് ശിവദീപ് സാർ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ഒരു മേജർ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലേ, മുംബൈ സിറ്റി ഈസ് വെരി ഫാഷനബിൾ അല്ലെങ്കിൽ നമ്മുടെ ഫാഷൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് ഈ ബാംഗ്ലൂർ, മുംബൈ അല്ലെങ്കിൽ ഡൽഹി, ലൈക്ക് ആ ഒരു പ്ലേസസ് ഒക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പേര് ചീറ്റ് ചെയ്യപ്പെടാനും ചീറ്റ് ചെയ്യാനുമുള്ള സാധ്യതകളും വളരെ വളരെ ബ്രോഡായിട്ടാണ്. ഇപ്പോൾ ഈവൻ ദോ കോസ്മെറ്റിക്സിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഈവൻ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് വില കുറഞ്ഞ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്രോഡായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കമ്പനികളും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമായിരുന്നു മുംബൈ സിറ്റി. അപ്പോൾ അവർക്കൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു മേജർ ആക്ഷൻ വന്നിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഇല്ലീഗൽ ആയിട്ട് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള കോസ്മെറ്റിക്സ് ഒക്കെ ഐറ്റം വിൽക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുക, അതുപോലെ അങ്ങനെയുള്ള പ്രോഡക്ട്സിനൊക്കെ നിരോധിക്കുക, അങ്ങനെയുള്ള ഒരുപാട് ആക്ഷൻസ് ഇദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് വരെയുണ്ടായി. അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റിയിലുള്ള എല്ലാവരുടെയും പെൺകുട്ടികളുടെ ഒരു രക്ഷകൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത് കൂടാതെ ഈ ഒരു കോസ്മെറ്റിക്സ് ആയിട്ട് മാത്രമല്ല, ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വൈൻ ഷോപ്പുകൾ അല്ലെങ്കിൽ വൈൻ വിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ മെഡിസിനൽ ഫാർമസി മേഖലയിൽ ഉണ്ടായിരുന്ന ഇല്ലീഗാലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ ഇംപീച്ച് ചെയ്യും കംപ്ലീറ്റ്ലി തുടച്ചു മാറ്റാനൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടല്ല ഒരുപാട് ആക്ഷൻസ് എടുത്തിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന എക്സ്റ്റേണൽ പ്രഷർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ത്രെറ്റിന്റെ ഒരു അളവ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ദേവ്. പിന്നെ അതുകൂടാതെ തന്നെ ആന്റി നാർക്കോട്ടിക് സെല്ലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ക്രൈം ബ്രാഞ്ചിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഏറെക്കുറെ ഒരു നല്ലൊരു ബ്യൂറോക്രാറ്റ് അല്ലെങ്കിൽ നല്ലൊരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ വളരെ മികച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം കൊണ്ടുവന്ന ഒരുപാട് ട്രാഫിക് ലോ ആയിക്കോട്ടെ, ഇതൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹം ജനഹൃദയങ്ങളിൽ ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് കേരള കേഡറ്റിലെ 1968 IPS ബാച്ചിലെ ഇദ്ദേഹത്തെ അല്ലെങ്കിൽ കേരള കേഡറിൽ വന്നു പെട്ടിട്ടുണ്ടായിരുന്ന അജിത് ഡോവലിനെ കുറിച്ച് എസ്പെഷ്യലി ഇനി എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അജിത് ഡോവൽ സർ. ഇദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി നമുക്കൊരു എമൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇത്രത്തോളമാണ് ഒന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു IPS കേഡറ്റായിട്ട് ഉയർന്നു വന്നതിന് ശേഷം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇപ്പോൾ ഈവൻ ദോ ക്രൈം ബ്രാഞ്ച്, CBI അങ്ങനെ ലൈക്ക് അത്തരത്തിലുള്ള ഒരുപാട് സെക്ടേഴ്സിലേക്ക് വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ തൻ്റേതായ കോൺട്രിബ്യൂഷൻസ് കൊണ്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് കൊണ്ട് സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റിൽ എത്തിയത്. നമ്മൾ ഏറെക്കുറെ വായിച്ചിട്ടൊക്കെ ഉണ്ടാവില്ലേ സീക്രട്ടിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അതിനൊക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളെ രക്ഷിക്കാനും അല്ലെങ്കിൽ ഈ ടെററിസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ കുറച്ചായിട്ടുള്ള എക്സ്റ്റേണൽ ആളുകൾ ഗുരുദ്വാരയിലുണ്ട്, അങ്ങനെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഈവൻ അങ്ങനെ ഒരുപാട് നാഷണൽ സെക്യൂരിറ്റീനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒപ്പിയെടുത്തിട്ട് ഇവിടെ നമ്മുടെ പോലീസ് ഓഫീസേഴ്സിന് കൈമാറി അത്ര റിസ്ക് ആയിട്ട് നമുക്കറിയാമല്ലോ. നമുക്കിപ്പോൾ നല്ലൊരു ലൈഫിൽ തന്നെ നമ്മുടെ ഇന്ത്യ ആയിട്ട് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന പാകിസ്ഥാനിലേക്ക് പോകാൻ നമുക്ക് ഭയങ്കര പേടിയാണ്, അല്ലെങ്കിൽ നമ്മൾ സെക്യൂർ ആണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. പക്ഷേ സ്വന്തം ലൈഫൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് ഒരുപാട് ഒരു ചായക്കടക്കാരനെ പോലെ നിന്ന് അവിടുത്തെ കുറേ അവിടെ നിന്ന് കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നമുക്ക് ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് റിയലൈസ് ചെയ്ത് അത് ബാക്ക് ടു ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തു പാസ് ചെയ്ത്, അതേപോലെ ഒന്നും പറ്റാതെ ബാക്ക് ടു ഇന്ത്യയിൽ വരികയും ഇന്ന് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അഡ്വൈസറായിട്ടടക്കം വർക്ക് ചെയ്യുന്ന അജിത് ഡോവൽ സാറിനെ കുറിച്ച് ഏറെക്കുറെ ഞാൻ പറഞ്ഞാലും തീരില്ല. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരുപാട് കാര്യങ്ങൾ ഇന്നും നമ്മുടെ പത്രത്തിൽ ഇന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അജിത് ഡോവൽ സാറിൻ്റെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനെ പറ്റിയിട്ട് നമുക്ക് ഇന്നും കാണാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ഇനിയും മുന്നോട്ട് പോകട്ടെ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെയൊക്കെ പോലെ തന്നെ മുന്നോട്ട് വരാൻ അല്ലെങ്കിൽ ഒരു IPS ബാച്ചിലുള്ള ഒരാൾക്ക് പ്രചോദനമായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ലൈഫ് ലോങ് കുറേ കാര്യങ്ങൾ ചെയ്യട്ടെ. നമുക്കും എന്ത് ചെയ്യാം, നമുക്ക് അദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ട്
ഈ ഒരു സർവീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഹിയർ വി ഗോ അഫ്താബ് അഹമ്മദ് ഖാൻ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ ഒരു മനസ്സിലാവും അല്ലേ, ലൈക്ക് എന്താ പറയുക, ഒരു ഭയങ്കര ഫീൽ, ഈ ഒരു സിനിമ കാണുന്നൊക്കെ ഒരു ഫീലുള്ള അല്ലെങ്കിൽ ഒരു സിനിമയിലുള്ള ഒരു പേര് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ. അപ്പോൾ അതേപോലെ തന്നെയൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ. ആക്ച്വലി 1990 ആദ്യമായിട്ട് ആന്റി ടെററിസം സ്ക്വാഡ് ഫൗണ്ട് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരുപാട് എന്താ പറയുക എൻകൗണ്ടേഴ്സ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഏറെക്കുറെ പോസ്റ്റിംഗ് ഒക്കെ മുംബൈ മഹാരാഷ്ട്ര ഓറിയന്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റി അങ്ങ് ലൈക്ക് എന്താ പറയുക ഒരു ലൈക്ക് ഇങ്ങനത്തെ ക്രിമിനൽസ് ഒന്നും ഇല്ലാതിരിക്കാൻ ഏത് ഓഫീസേഴ്സ് വന്നു കഴിഞ്ഞാലും ആദ്യം ചിന്തിക്കുന്നത് തന്നെ ആയിരിക്കും അല്ലേ, തൻ്റെ ഏരിയ എന്തായിരിക്കണം, വളരെ ക്ലിയർ ആയിരിക്കണം, തൻ്റെ ഏരിയയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് പറ്റണം. അതേപോലെ തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു സർക്കിൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ വളരെ കൃത്യമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിനെ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പം നമുക്കറിയാം അതിൻ്റെ അണ്ടറിൽ ഒരുപാട് വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവർ 1990 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ സമയത്താണ്. അത് കൂടാതെ ഒരുപാട് എൻകൗണ്ടേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്രിമിനൽസിനെ അറ്റാക്ക് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ദ പൊളിറ്റീഷ്യൻസിനെതിരെ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, തൻ്റെതായ നിലപാടുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെതായ നിലപാട് ലൈക്ക് അതിൻ്റെ ചൂടും ചൂരോടും കൂടി തന്നെ പറയാൻ ഇദ്ദേഹത്തിന് ഒരു മടി ഉണ്ടായിരുന്നില്ല. എക്സ്റ്റേണൽ ത്രെറ്റ്സ് ഒബ്വിയസ്ലി ഇറ്റ് വാസ് ദെയർ. അത് കൂടാതെ തന്നെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ഷോർട്ട് എൻകൗണ്ടറിൽ ഒരുപാട് പരിക്ക് പറ്റുന്നുണ്ട്. പക്ഷേ എന്നിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, മടുക്കുന്നില്ല, ഇദ്ദേഹം സ്റ്റോപ്പ് ചെയ്യുന്നില്ല, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് കൂടാതെ തന്നെ ഈ 2022 അദ്ദേഹത്തിൻ്റെ ഒരു മരണം സംഭവിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു വർക്ക് അല്ലെങ്കിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ടെങ്കിൽ 2007 അപൂർവ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂവി ഉണ്ട്. ഇറ്റ് വാസ് എ ബോളിവുഡ് ക്രൈം ഫിലിം ഷൂട്ട് ഔട്ട് അറ്റ് ലോകാന്ത്വാല. അപ്പോൾ ഈ ഒരു സിനിമ ഏറെക്കുറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇദ്ദേഹത്തിന്റെ വർക്ക് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എൻകൗണ്ടർ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു മൂവി വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ മനസ്സിലാക്കാമല്ലോ ഒരു പേഴ്സൺ ഇത്രയധികം ലൈക്ക് എന്താ പറയുക എടുത്ത് പറഞ്ഞൊരു സിനിമയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇദ്ദേഹം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ക്രൈം ബ്രാഞ്ചിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്റലിജൻസ് ബ്യൂറോയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സെക്ടേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ നമ്മൾ ഇന്ന് കുറച്ച് പേരെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു, വളരെ കുറച്ച് പേര്, അതായത് വളരെ നമ്മുടെ ഈ ഒരു എൻറ്റയർ സർവീസ് അതിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് പേരെ പറ്റി മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് പേരുടെ ഭയങ്കര എന്താ പറയുക അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇന്നും നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സർവീസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യ അല്ലെങ്കിൽ ഇതിങ്ങനെ മുന്നോട്ട് നല്ല രീതിക്ക് പോകുന്നത് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവന്താ നിങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ ഒരു എസ്പെഷ്യലി ഇന്നയാളെ പറ്റി അറിയണം, എങ്ങനെയാണ് അയാൾ എന്നറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു വെബ്സൈറ്റ് പറഞ്ഞു തരാം. ലൈക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിനെയാണ് നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. സോ നമുക്കിന്ന് വേറൊരു അതായത് എങ്ങനെയാണ് ഇവരെ അതായത് IPS ഓഫീസേഴ്സിനെ പറ്റി എങ്ങനെ അറിയാം എന്നുള്ളതിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്താണ് ആക്ച്വലി ഡീൽ ചെയ്യുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ ഈ പോലീസ് സേനയൊക്കെ ആദ്യം ഡീൽ ചെയ്യുന്നത് ഈ ഒരു മിനിസ്ട്രി ആണെന്ന് അറിയാലോ. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ can see about us. ഇതിൽ പോയിട്ട് IPS കാഡർ മാനേജ്മെന്റ്, അതുപോലെ IPMAT കാഡർ മാനേജ്മെന്റ് എന്നല്ലെങ്കിൽ സെൻട്രൽ പോലീസ് ട്രെയിനിങ്, ഇങ്ങനെ കുറേ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഈ സെൻട്രൽ പോലീസ് അല്ലെങ്കിൽ IPS കാഡർ മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എത്തുന്നത് എവിടെയാണ്, ഇന്ത്യൻ പോലീസ് സർവീസ് അല്ലെങ്കിൽ IPSന്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവും. നമ്മൾ ആ ഒരു മെയിൻ പേജിനകത്ത് നിന്ന് എബൌട്ട് അസിൽ IPS കാഡർ മാനേജ്മെന്റ് എന്നുള്ളൊരു സ്പോട്ടിൽ വരുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇന്ത്യൻ പോലീസ് സർവീസിന്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇതാണ് ഈ ഒരു ഇന്ത്യൻ പോലീസ് സർവീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ആസാദി കാ അമൃത് മഹോത്സവം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഒരു ലൈക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വെബ്സൈറ്റാണിത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ IPS റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അറിയാൻ പറ്റും ഈ IPS സെഗ്മെന്റിലോട്ട് വരുന്ന സമയത്ത്. ദെൻ അത് കൂടാതെ അതർ സർക്കുലേഷൻസ്, സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ച്, സിവിൽ ലിസ്റ്റ്, അതേപോലെ എംപാനൽമെന്റ്, അപ്പോയിൻമെന്റ്, ലൈക്ക് എവറിത്തിങ് റിലേറ്റഡ് ടു IPS വിൽ ബി ഹിയർ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ ഇവരുടെ ഏത് റൂൾ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഏത് ആക്ട് ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ വർക്ക് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അത് കൂടാതെ ഇവരുടെ പേ സ്കെയില്, ഇപ്പോൾ 7th പേ സ്കെയിൽ ഇവർക്ക് എത്രയാണ്, ലൈക്ക് എങ്ങനെയാണ് സാലറി കിട്ടുന്നത്, എല്ലാം നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ
നമുക്ക് അവൈലബിൾ ആണ്. എന്നത് കൂടാതെ ഓഫർ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ഡെപ്യൂട്ടേഷനിലേക്ക് പോയിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. വേക്കൻസി സ്റ്റാറ്റസ് ഈസ് ഹിയോ, അവാർഡ്സ് ഈസ് ഹിയോ. സോ അങ്ങനെ അതായത് ഈ ഒരു IPS ബാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സിവിൽ ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ പേഴ്സണെ പറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് അറിയാൻ പറ്റും. ഇത് കൂടാതെ വേറൊരു വെബ്സൈറ്റ് ആണ് police.government.in എന്ന് പറയുന്നത്. ഈ ഒരു police.government.in അതായത് ഇന്ത്യൻ പോലീസിന്റെ ഈ ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി കാര്യങ്ങൾ അഗെയിൻ അറിയാൻ പറ്റും. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, സൈഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസ് ഇവരെ പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ, ലൈക്ക് നമുക്ക് ഈ ഒരു സെഗ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ നമ്മുടെ ഒരു സർവീസിൽ ഇരിക്കെ മരിച്ച ആളുകളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈക്ക് ഡ്യൂട്ടിയിൽ ഇരിക്കെ മരിച്ച ആളുകളുടെ ലിസ്റ്റാണ്. അപ്പോൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെബ്സൈറ്റ് ത്രൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ലൈക്ക് എന്താ പറയുക, പോലീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാം അറിയാൻ ഈ ഒരു 2 വെബ്സൈറ്റുകൾ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും പേരെ പറ്റി നമ്മൾ ഏറെക്കുറെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഓൾസോ നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ട് വന്നു. അപ്പോൾ ഏറെക്കുറെ കുറച്ച് പേരെ പറ്റി നമ്മളൊന്ന് മെൻഷൻ ചെയ്തു. പിന്നെ ആളുകളെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ എന്ത് ചെയ്തു, നമ്മുടെ ഒരു വെബ്സൈറ്റ് തന്നെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനകത്തുണ്ട്, നമുക്ക് അതിനകത്ത് പോലീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വയറീസ് ആണെങ്കിലും നമുക്ക് അതിനകത്ത് പോയാൽ ക്ലിയർ ആയിട്ട് കിട്ടും. ഈവൻ ദോ സിവിൽ സർവീസ് എക്സാമിനേഷൻ റിലേറ്റഡ് ടു IPS ആണെങ്കിലും എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ IPSനെ കുറിച്ച് ഏറെക്കുറെ നമ്മൾ പറഞ്ഞു, IPS റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് IPS ഓഫീസേഴ്സിനെ ഇവിടെ വിട്ടിട്ട് നമുക്ക് അടുത്തൊരു സർവീസിലേക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കാണാം. ബൈ.